ഈ സംവിധായകൻ രഞ്ജിത്തിനെ ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ സംവിധായകൻ രഞ്ജിത്തിനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഉടൻ എത്തിക്കും. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനാണ് നിലവിൽ പോലീസിന്റെ നീക്കം. പരാതി വ്യാജമെന്നാണ് രഞ്ജിത്ത് ആവർത്തിക്കുന്നത്. പ്രതികരണത്തിലേക്ക്. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സഹിൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോഴും ആവർത്തിച്ച് ഇദ്ദേഹം ഈ രഞ്ജിത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരാതിയൊക്കെ വ്യാജമെന്നാണ്. പക്ഷേ യുവനടിയുടെ പരാതി അനുസരിച്ച് അങ്ങനെയല്ല. ജനുവരി മാസത്തിൽ ഇദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിക്കാൻ വന്ന യുവനടിയെ ക്യാരവാനിലേക്ക് വിളിച്ചു വരുത്തുന്നു. അതിനുശേഷം അതിനോട് മോശമായി പെരുമാറുന്നതിനെ തുടർന്നാണ് പിന്നീട് പോലീസിൽ പരാതിപ്പെടുന്നതും ഈ സംഭവങ്ങൾ ഇതുവരെ എത്തിച്ചേർന്ന് നിൽക്കുന്നതും. എന്താണ് വിവരങ്ങൾ? ഈ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസ് എന്താണ്? പോലീസിന്റെ നീക്കങ്ങൾ എന്താണ് സഹിൻ? സേതു ഇപ്പോൾ രഞ്ജിത്തിനെ കോടതിയിലേക്ക് ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തെ അല്പനേരം മുൻപാണ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തത്. ഇപ്പോൾ ഉടൻ തന്നെ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും. മജിസ്ട്രേറ്റിന്റെ വീട്ടിലായിരിക്കും ഹാജരാക്കുക. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പീഡന പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെയാണ് കോട്ടയത്ത് നിന്നും രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുന്നത്. തൊടുപുഴയിൽ വെച്ചാണ് രഞ്ജിത്തിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുന്നത്. യുവനടി DGPക്ക് നൽകിയ പരാതിയെ തുടർന്നായിരുന്നു. ആ പരാതി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറുകയും ആ പരാതി പിന്നീട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും എല്ലാം ചെയ്തു. അതിനുശേഷമാണ് അതീവ രഹസ്യമായി രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. കോട്ടയത്തെ അദ്ദേഹത്തിന്റെ സെറ്റിൽ വെച്ചും രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനമായിരുന്നു ആദ്യം എടുത്തിരുന്നത്. പിന്നീട് അങ്ങനെ വേണ്ട, പകരം നിരവധി നടീനടന്മാർ ഉള്ളതുകൊണ്ട് തന്നെ മറ്റൊരിടത്ത് വെച്ച് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യാമെന്ന് പോലീസ് തീരുമാനിച്ചത്. തൊടുപുഴയിൽ രഞ്ജിത്ത് താമസിക്കുന്നിടത്ത് വെച്ച് അറസ്റ്റ് ചെയ്യാനായിരുന്നു തീരുമാനം. എന്നാൽ പോലീസിന്റെ നീക്കം തിരിച്ചറിഞ്ഞ, അല്ലെങ്കിൽ ആ നീക്കത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യം ലഭിച്ചതോടുകൂടി അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു നീക്കമാണ് രഞ്ജിത്ത് നടത്തുകയും ചെയ്തത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ്, എറണാകുളം സെൻട്രൽ പോലീസിന്റെ സഹായത്തോടുകൂടി അല്ലെങ്കിൽ നിർദ്ദേശത്തെ തുടർന്ന് തൊടുപുഴ പോലീസാണ് രഞ്ജിത്തിനെ ആദ്യം കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് രഞ്ജിത്തിനെ പോലീസ് പറയുന്നത് പോലെ തന്നെ തൊടുപുഴ സ്റ്റേഷനിൽ നിന്നും സെൻട്രൽ പോലീസിന് കൈമാറുകയായിരുന്നു. രാത്രി 12:30 രഞ്ജിത്തിനെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിൽ എത്തിച്ച രഞ്ജിത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. അതേ തുടർന്ന് രഞ്ജിത്തിനെ ആശുപത്രിയിൽ തന്നെ അഡ്മിറ്റ് ചെയ്തു. ഹൃദ്രോഗ വിദഗ്ധനും ഒപ്പം തന്നെ ന്യൂറോ വിഭാഗം മേധാവിയുമെല്ലാം രഞ്ജിത്തിനെ പരിശോധിച്ച് രഞ്ജിത്തിന് ശാരീരികമായി യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് അല്പനേരം മുൻപ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്നും രഞ്ജിത്തിനെ ഡിസ്ചാർജ് ചെയ്തത്. ആദ്യം വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. വനിതാ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചെങ്കിലും ഉടൻ തന്നെ അസിസ്റ്റന്റ് കമ്മീഷണറുടെ നിർദ്ദേശം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു. ഉടൻ തന്നെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കാനുള്ള നിർദ്ദേശം ലഭിച്ചു. ഇതേ തുടർന്നാണ് ഇപ്പോൾ രഞ്ജിത്തിനെ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് യുവനടിയോട് മോശമായി പെരുമാറി അവരെ കടന്നുപിടിക്കാൻ ശ്രമിച്ചു, കാരവാനിൽ വെച്ച് കടന്നുപിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രഞ്ജിത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുക്കുന്നത്. നമ്മൾക്കറിയാം, ഇത് 3ാമത്തെ പരാതിയാണ്. ലൈംഗിക പീഡനാരോപണവുമായി തുടർന്ന് രഞ്ജിത്തിനെതിരെ ഉണ്ടാകുന്നത്. ആദ്യ 2 പരാതികളിൽ രഞ്ജിത്ത് ജാമ്യം നേടുകയും പിന്നീട് ഈ കേസുകൾ കോഷ് ചെയ്ത് കളയുകയും ചെയ്തിരുന്നു. എന്നാൽ 3ാമത്തെ പരാതിയിൽ അതീവ രഹസ്യമായി പോലീസിന്റെ നീക്കം ആരംഭിച്ചു. രഞ്ജിത്തിനെ അറസ്റ്റ് ഇന്നലെ പോലീസ് രേഖപ്പെടുത്തി. മനസ്സിലാക്കുന്നിടത്തോളം 2 മാസം മുൻപ് നടന്ന ഒരു സംഭവമാണിത്. ജനുവരി മാസത്തോടുകൂടി നടന്ന ഒരു സംഭവമാണ്. ഈ സംഭവം വന്ന് ഈ പെൺകുട്ടി പരാതി അല്ലെങ്കിൽ പരാതിക്കാരി പരാതിയുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലൊക്കെ ആദ്യം ഇതൊരു ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാനൊക്കെ ഒരു ശ്രമം നടന്നു, ചർച്ചകളൊക്കെ നടന്നിരുന്നു എന്നറിയുന്നു. എന്നാൽ അതിനൊന്നും പെൺകുട്ടി കൂട്ടാക്കിയില്ല, നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ പോലീസിൽ പരാതിപ്പെടുന്നു, ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിക്കുന്നു. ഈ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ അതീവ രഹസ്യമാക്കി നടത്തിയ നീക്കമാണ്. അതും താഴെത്തട്ടിലെ പോലീസിലേക്ക് പോലും ഈ വിവരങ്ങൾ ചോരാതെ പെൺകുട്ടിയുടെ മൊഴിയെടുത്തതാവട്ടെ അതും അതീവ രഹസ്യമായി. പിന്നീട് ഇന്നലെ അറസ്റ്റ് നടക്കുന്ന ഘട്ടത്തിലാണ് മറ്റ് പോലീസ് സ്റ്റേഷനിലെ തന്നെ അല്ലെങ്കിൽ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഇങ്ങനൊരു സംഭവം നടന്നിരുന്നുവെന്നും ഈ ഒരു അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞതും. അപ്പോൾ ഈ പോലീസിന്റെ ഇടപെടൽ, പോലീസിന്റെ നീക്കങ്ങൾ അത് എങ്ങനെയായിരുന്നു സഹിൻ?
പോലീസിന്റെ നീക്കങ്ങൾ അതീവ രഹസ്യമായിട്ട് തന്നെയായിരുന്നു പോലീസ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. കാരണം അന്ന് സംവിധായകൻ രഞ്ജിത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരാതി പോലീസിന് ലഭിക്കുമ്പോൾ ഈ പരാതിയിൽ ചില കഴമ്പുണ്ടെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മാത്രമല്ല ഈ യുവനടി ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മകൾ കൂടിയായിരുന്നു, റിട്ടയർഡായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മകൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാനും കഴിഞ്ഞു. ആ പരാതിയുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇത് എത്രയും പെട്ടെന്ന് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നത്. അങ്ങനെ അതീവ രഹസ്യമായി 2 ദിവസം മുൻപ് പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയായിരുന്നു. എറണാകുളം വനിതാ പോലീസാണ് ഇത് സംബന്ധിച്ചുള്ള മൊഴി രേഖപ്പെടുത്തിയത്. ആ മൊഴി രേഖപ്പെടുത്തിയതിന് തൊട്ട് പിന്നാലെ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതീവ രഹസ്യമായി തന്നെ രഞ്ജിത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്താനായിരുന്നു ഉദ്യോഗസ്ഥരുടെ തീരുമാനം. എന്നാൽ ഇന്നലെ കോട്ടയത്തെ ഇദ്ദേഹത്തിൻ്റെ സെറ്റിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ അവിടെ നിരവധി നടീനടന്മാരുള്ളതുകൊണ്ട് അവിടെ നിന്നും അറസ്റ്റ് ചെയ്യേണ്ട, പകരം മറ്റൊരിടത്ത് വെച്ച് അറസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനം ഉണ്ടാകുകയായിരുന്നു. തൊടുപുഴയിൽ അദ്ദേഹം താമസിക്കുന്ന, രഞ്ജിത്ത് താമസിക്കുന്ന സ്ഥലത്തെത്തി അറസ്റ്റ് ചെയ്യാനായിരുന്നു തീരുമാനം. എന്നാൽ രഞ്ജിത്തിന് ഈ വിവരം എങ്ങനെയോ ചോർന്ന് കിട്ടി. താൻ അറസ്റ്റിലേക്ക് പോവുകയാണ്, തന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരം രഞ്ജിത്തിന് ചോർന്ന് കിട്ടി. ഇതോടുകൂടി രഞ്ജിത്ത് അവിടെ നിന്നും കടന്നു കളയുന്ന ഒരു നീക്കം, അല്ലെങ്കിൽ അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു നീക്കം രഞ്ജിത്ത് നടത്തി. പോലീസ് അത് കൃത്യമായി തന്നെ മനസ്സിലാക്കുകയും തൊടുപുഴ പോലീസിൻ്റെ സഹായത്തോടുകൂടി എറണാകുളം സിറ്റി പോലീസ്, എറണാകുളം സെൻട്രൽ പോലീസ്, തൊടുപുഴ പോലീസിൻ്റെ സഹായത്തോടുകൂടി ഈ രഞ്ജിത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയുമാണ് ഉണ്ടായത്. എന്തായാലും രഞ്ജിത്തിനെ രാത്രിയോടുകൂടി തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും എല്ലാം ചെയ്തിരുന്നു. ഇതിൽ കാരാവാനിൽ വെച്ച് യുവനടിയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് രഞ്ജിത്തിനെതിരെയുള്ള പരാതി എന്ന് പറയുന്നത്. അത് സ്ത്രീത്വത്തെ അപമാനിക്കുക, ലൈംഗിക ചുവയോടുകൂടി സ്ത്രീകളോട് പെരുമാറുക, ലൈംഗിക അതിക്രമം നടത്തുക തുടങ്ങിയ വകുപ്പുകളെല്ലാം, പ്രത്യേകിച്ചും പുതിയ നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യമില്ലാ വകുപ്പുകളാണ് രഞ്ജിത്തിനെതിരെ ചുമത്തിയിരിക്കുന്നതും. നമ്മൾക്കറിയാം, മുൻപും രഞ്ജിത്തിനെതിരെ 2 പരാതി. തുടരൂ സഹിൻ, ഞാൻ സഹിനിലേക്ക് വരാം.